പ്രൊഫസർ സി രവീന്ദ്രനാഥ് സർ, മണലൂർ വകുപ്പ് മന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രശ്നമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ നഗരത്തെയും NH-66 ബന്ധിപ്പിക്കുന്ന ഏറ്റവും സുപ്രധാനമായ റോഡാണ് തൃശ്ശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ്. എറണാകുളം, കോഴിക്കോട്, ഗുരുവായൂർ എന്നിവിടങ്ങളിലേക്ക് ഏറെ ദൂരം കുറയ്ക്കുന്ന ഈ റോഡ് സ്റ്റേറ്റ് ഹൈവേ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ റോഡ് എറവ് എന്ന സ്ഥലം വരെ വീതി കൂട്ടി പണി തീർത്തിട്ടുണ്ട്. തുടർന്ന് 10 കിലോമീറ്റർ മാത്രമാണ് വാടാനപ്പള്ളിയിലേക്കുള്ളത്. അതിനാൽ എറവ് മുതൽ വാടാനപ്പള്ളി വരെയുള്ള റോഡ് ശാസ്ത്രീയമായി വീതി കൂട്ടി BMBC ആയി പണി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സർ, തൃശ്ശൂർ വാടാനപ്പള്ളി റോഡ് 16.120 കിലോമീറ്റർ അഭിവൃദ്ധിപ്പെടുത്തുന്നതായി 33.6 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും 18/12/2014 മന്ത്രിതലത്തിൽ ചേർന്ന യോഗത്തിൽ നിലവിൽ സ്ഥലം ലഭ്യമായ തൃശ്ശൂർ മുതൽ എറവ് വരെയുള്ള 9 കിലോമീറ്റർ ദൂരം BMBC നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുന്നതിന് 22 കോടി രൂപക്കുള്ള പ്രവൃത്തിക്ക് അനുമതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണാനുമതി നൽകി ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നീട് 2017 എറവ് മുതൽ വാടാനപ്പള്ളി വരെയുള്ള സ്ഥലമെടുപ്പിന് മാത്രമായി പൊതുമരാമത്ത് കാര്യത്തിൽ നിന്നും 182.5 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ എസ്റ്റിമേറ്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 1/2/2018 തീയതിയിലെ തൃശ്ശൂർ കലക്ടറുടെ നടപടിക്രമം സ്ഥലം ഏറ്റെടുക്കുന്നതിന് ലാൻഡ് അക്വിസിഷൻ ഓഫീസറായി സ്പെഷ്യൽ തഹസിൽദാർ LA ജനറൽ തൃശ്ശൂരിനെ നിയോഗിച്ച് ഉത്തരവായിട്ടുണ്ട്. 2021-22 സംസ്ഥാന ബഡ്ജറ്റിൽ 90/1538 നമ്പറായി എറവ് മുതൽ വാടാനപ്പള്ളി വരെ ഭൂമി ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കുന്നതിന് 50 കോടി രൂപ 100 രൂപ ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ചിരുന്നു. നിലവിലെ 2026-27 സംസ്ഥാന ബഡ്ജറ്റിലും 251 നമ്പറിൽ എറവ് മുതൽ വാടാനപ്പള്ളി വരെ ഭൂമി ഏറ്റെടുത്ത് റോഡ് വികസിപ്പിക്കുന്നതിന് 250 കോടി രൂപയായി 100 രൂപ ടോക്കൺ പ്രൊവിഷനാണ് അനുവദിച്ചുള്ളത്. ഫണ്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള അംഗത്തിൻ്റെ ആവശ്യം പരിഗണിക്കുന്നതാണ്.